നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. കൊച്ചിയുടെ സാധ്യതകൾ. IPL-ൽ കൊച്ചി ടീമിന് സാധ്യതയേറുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ പുതിയ ഫ്രാഞ്ചൈസികൾക്ക് സാധ്യത. പഴയ ടീമുകളായ കൊച്ചിൻ ടസ്കേഴ്സിനും പൂനെ വാരിയേഴ്സിനും പ്രതീക്ഷ നൽകി BCCI യോഗം ഞായറാഴ്ച മുംബൈയിൽ. കൊച്ചിൻ ടസ്കേഴ്സിന് വേണ്ടി പഴയ ഉടമകളായ റൺദേവു കൺസോർഷ്യവും പൂനെയ്ക്ക് വേണ്ടി അദാനി ഗ്രൂപ്പും രംഗത്ത്. ചാമ്പ്യൻസ് ലീഗ് T20 മത്സരങ്ങൾ നിർത്താൻ തീരുമാനം. കാഴ്ചക്കാരില്ലെന്ന് BCCIയുടെ വിശദീകരണം. ചാമ്പ്യൻസ് ലീഗ് നിർത്തുന്നത് ഒത്തുകളി വിവാദത്തിൽ 2 ടീമുകൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലെന്ന് സൂചന. ഉറപ്പിന്റെ പാഠങ്ങൾ. പാഠപുസ്തക അച്ചടി 20-നകം പൂർത്തിയാക്കുമെന്ന് ഹൈക്കോടതിയിൽ KBPSന്റെ ഉറപ്പ്. 7 ലക്ഷം പുസ്തകങ്ങൾ പൂർത്തിയായി. ബാക്കിയുള്ളത് 4 ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടിയെന്നും KBPSന്റെ സത്യവാങ്മൂലം. പാഠപുസ്തകങ്ങൾ 20-ന് തന്നെ കുട്ടികളുടെ കയ്യിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം. അച്ചടി 17-ന് പൂർത്തിയാകും. 18-ന് പുസ്തകങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലും 19-ന് സ്കൂൾ സൊസൈറ്റികളിലും എത്തിക്കാനാകും. അച്ചടി പുരോഗതി തൃപ്തികരമെന്ന് യോഗത്തിൽ വിലയിരുത്തൽ. പാഠപുസ്തക വിതരണം പരമാവധി വേഗത്തിലാക്കാൻ തപാൽ വകുപ്പിനോട് ആവശ്യപ്പെടാനും തീരുമാനം. കൈവിട്ട വാക്കിന് സഭയുടെ താക്കീത്. മുൻ മന്ത്രിയും JSS നേതാവുമായ KR ഗൗരിയമ്മയെ അധിക്ഷേപിച്ചതിന് മുൻ സർക്കാർ ചീഫ് വിപ്പ് PC ജോർജിന് നിയമസഭയുടെ താക്കീത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം നിയമസഭ പാസാക്കിയത് ശബ്ദ വോട്ടോടെ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് സ്പീക്കറുടെ റൂളിംഗ്. സഭയുടെ താക്കീത് ആദരവോടെ അംഗീകരിക്കുന്നുവെന്ന് PC ജോർജ്. സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതെന്നും ജോർജ്. ഒരു MLAയെ താക്കീത് ചെയ്യുന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യം. ജോർജിനെ താക്കീത് ചെയ്തത് MLA സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കാൻ കേരള കോൺഗ്രസ് M തീരുമാനമെടുത്തതിന് തൊട്ടുപിന്നാലെ. തെരുവിലെ ഭീതിക്ക് പരിഹാരം. തെരുവു നായ്ക്കളിൽ വന്ധ്യംകരണ പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തദ്ദേശ മേധാവികളുടെ യോഗത്തിൽ തീരുമാനം. പേവിഷബാധയുള്ളതും അക്രമകാരികളുമായ നായ്ക്കളെ കൊല്ലുന്നതിൽ നിയമതടസ്സമില്ലെന്ന് മുഖ്യമന്ത്രി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 50 വന്ധ്യംകരണ കേന്ദ്രങ്ങൾ തുടങ്ങും. കരാറടിസ്ഥാനത്തിൽ ഡോക്ടർമാരെ നിയമിക്കാനും നിർദ്ദേശം. നായ്ക്കളെ എത്തിക്കേണ്ട ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. മൃഗ ഡോക്ടർമാരെ നിയമിക്കാനും പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കാനും കൂടുതൽ ഫണ്ട്. ആശുപത്രികൾക്ക് മരുന്നും സൗകര്യങ്ങളും ലഭ്യമാക്കാൻ എല്ലാ ജില്ലകൾക്കും 1 ലക്ഷം രൂപ വീതം ധനസഹായം. ഇനി ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2450 രൂപ, പവൻ 19,600 രൂപ. വെള്ളി ഗ്രാമിന് 37.79 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.